നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ റിസർവ് വനത്തിൽ നിന്നും സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി മാഫിയകൾക്ക് വിൽപ്പന നടത്തുന്ന പ്രധാന സൂത്രധാരൻ അറസ്റ്റിൽ. കൊടകരയിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. ചാലക്കുടി നഗരസഭയുടെ കുടുംബശ്രീ വാർഷികാഘോഷം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് ചിമ്മിനി ഡാമിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. റവന്യൂ ജില്ലാ അധ്യാപക ദിനാചരണം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചന്ദന കള്ളക്കടത്ത് പ്രധാന പ്രതി അറസ്റ്റിൽ. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ റിസർവ് വനത്തിൽ നിന്നും സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തി മാഫിയകൾക്ക് വിൽപ്പന നടത്തുന്ന പ്രധാന സൂത്രധാരൻ വീരപ്പൻ ജോയ് എന്നറിയപ്പെടുന്ന ജോയിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. 2006 മുതൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ചന്ദനക്കടത്തും വന്യജീവി വേട്ടയാടലും നടത്തി വന്നിരുന്ന പുതുശ്ശേരി വീട്ടിൽ ജോയ്ക്ക് അന്തർ സംസ്ഥാന ചന്ദനക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. വെള്ളിക്കുളങ്ങര റേഞ്ചിൽ മാത്രം 20ഓളം കേസുകൾ ഉണ്ടെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ് അറിയിച്ചു. വനം വകുപ്പിന്റെ പിടിയിൽപ്പെടാതിരിക്കാനായി ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന ജോയിയെ വെള്ളിക്കുളങ്ങര റേഞ്ചിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PA അനൂപ്, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് ജോർജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KS ദിബു, VU വിത, PS സനു, ഫോറസ്റ്റ് ഡ്രൈവർ TK അഭിലാഷ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായ വിഷ്ണുവിനെ മുൻപ് പിടികൂടിയിട്ടുണ്ട്. കൊടകരയിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കൊടകര തേശ്ശേരി സ്വദേശി കാരയിൽ വീട്ടിൽ യദു പ്രകാശ്, പറപ്പൂക്കര മുത്രത്തിക്കര സ്വദേശി മണപ്പുള്ളി വീട്ടിൽ വിജയ് എന്നിവരെയാണ് കൊടകര പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കൊടകര വല്ലപ്പാടിയിലുള്ള ചെങ്ങിനിയാടൻ വീട്ടിൽ എബിന്റെ വീട്ടിൽ വച്ചാണ് പ്രതികൾ കഞ്ചാവ് പൊതികളിലാക്കുന്നതിനിടെ പിടിയിലായത്. ഇവരിൽ നിന്ന് 1.25 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതികൾക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി നഗരസഭയുടെ കുടുംബശ്രീ വാർഷികാഘോഷം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭ്യമായ ചാലക്കുടി നഗരസഭ കുടുംബശ്രീ CDSന്റെ വാർഷികാഘോഷം 36 ADSകളിൽ നിന്നായി 400ഓളം അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങൾ അണിനിരക്കുന്ന മത്സരാടിസ്ഥാനത്തിലുള്ള ഘോഷയാത്രയോടെയാണ് തുടക്കമായത്. ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും വാദ്യമേളങ്ങളുടെയും കാവടി, വിവിധ പ്ലോട്ടുകൾ എന്നിവയുടെയും അകമ്പടിയോടെ ഘോഷയാത്ര ടൗൺ ഹാൾ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് മെഗാ തിരുവാതിര അരങ്ങേറി. ടൗൺ ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തി മികച്ച ADSകളായി ADS 33 ഒന്നാം സ്ഥാനവും ADS 32 രണ്ടാം സ്ഥാനവും ADS 35 മൂന്നാം സ്ഥാനവും നേടി. മികച്ച അയൽക്കൂട്ടങ്ങളായി സാരഥി വാർഡ് 35, ഗ്രേസ് വാർഡ് 30, ശിവദ വാർഡ് 22 എന്നിവരെയും തിരഞ്ഞെടുത്തു. ഘോഷയാത്രയിൽ ഒന്നാം സ്ഥാനം ADS 33, രണ്ടാം സ്ഥാനം ADS 32, മൂന്നാം സ്ഥാനം വാർഡ് 12, 34 എന്നിവരും നേടി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് K രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ പ്രീതി ബാബു, CDS ചെയർപേഴ്സൺ സുബി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KV പോൾ, ആനി പോൾ, ദീപു ദിനേശ്, MM അനിൽകുമാർ, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ബിജു S ചെറിയത്ത്, CS സുരേഷ്, മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, എബി ജോർജ്, ആലിസ് ഷിബു, വാർഡ് കൌൺസിലർ നിത പോൾ, CDS വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു, മെമ്പർ സെക്രട്ടറി ദീപ്തി AK, ബാങ്ക് മാനേജർമാരായ വിജയകുമാർ MJ, ശരത്ലാൽ S, സെബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹസദ്യയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച
മികച്ച കുടുംബശ്രീ യൂണിറ്റായിട്ട് മാറാൻ ചാലക്കുടി നഗരസഭ CDS കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവുമാണ്. ഇവിടെ നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഏറ്റവും മുതിർന്ന ജനപ്രതിനിധി പ്രിയപ്പെട്ട റോസി ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, CDSന്റെ ഭരണസമിതി അംഗമായും ജനപ്രതിനിധിയായും 80ന്റെ നിറവിലും ഏറെ ചുറുചുറുക്കോട് കൂടിയിട്ടാണ് നമ്മോടൊപ്പം റോസി ചേച്ചി ഇതിൽ പങ്കാളിയാവുന്നത്. ഏറെ പ്രിയ വരന്തരപ്പള്ളി പഞ്ചായത്ത് ചിമ്മിനി ഡാമിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. DTPC സെക്രട്ടറി C വിജയരാജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷ്റഫ് ചാലിയത്തുടി എന്നിവർ സംസാരിച്ചു. മറ്റത്തൂരിലെ പൊതുപ്രവർത്തകൻ ആൻഡു ചെമ്മിഞ്ചേരി ചികിത്സാ സഹായം തേടുന്നു. ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് വഴിയില്ലാതെ വിഷമിക്കുന്ന മറ്റത്തൂരിലെ സാമൂഹിക പ്രവർത്തകൻ ആൻഡു ചെമ്മഞ്ചേരി സുമനസ്സുകളുടെ സഹായം തേടുന്നു. 66-കാരനായ രോഗബാധിതനായ ഇദ്ദേഹത്തിന് ഹൃദയവാൽവ് ശസ്ത്രക്രിയയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 8 ലക്ഷത്തോളം രൂപ ഇതിനായി വേണ്ടിവരും. സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്ന ആൻഡുവിൻ്റെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുക സ്വരൂപിക്കുന്നതിനായി നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, വരന്തരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന, രക്ഷാധികാരികൾ KK ശിവരാമൻ ചെയർമാൻ, പഞ്ചായത്ത് അംഗം KV ഉണ്ണികൃഷ്ണൻ ജനറൽ കൺവീനർ എന്നിവർ ഭാരവാഹികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. സഹായങ്ങൾ അയക്കേണ്ട വിലാസം: ആൻഡു ചെമ്മഞ്ചേരി ചികിത്സാ സഹായ സമിതി, അക്കൗണ്ട് നമ്പർ 40371001125290, IFSC കോഡ് KLGB 0040378, കേരള ഗ്രാമീൺ ബാങ്ക് മറ്റത്തൂർ ബ്രാഞ്ച് കോടാലി ശാഖ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9645036131. റവന്യൂ ജില്ലാ അധ്യാപക ദിനാചരണം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. 2025 മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന അധ്യാപക അവാർഡുകൾ നേടിയ തൃശൂർ ജില്ലയിലെ അധ്യാപകരെ ആദരിച്ചു. സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ആഗ്നസ്, അയ്യന്തോൾ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ TT സൈജൻ, കൊടകര ഗവൺമെന്റ് HSS പ്രധാന അധ്യാപകൻ M സുധീർ എന്നിവരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ സുബ്രതോ കപ്പ് ഫുട്ബോളിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും ദേശീയ തലത്തിൽ 3ാം സ്ഥാനവും നേടിയ LB SM HSS അവിട്ടത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥിനികളെയും സംസ്ഥാനതല സെക്കൻഡ് റണ്ണറപ്പായ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ സ്കൂളിലെ വിദ്യാർത്ഥികളെയും പരിശീലകരെയും അനുമോദിച്ചു. ചടങ്ങിൽ VHSC വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ P നവീന, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ NK രമേശ്, LB HMSS പ്രിൻസിപ്പൽ ഡോക്ടർ AV രാജേഷ്, മോഡൽ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് KP ബിന്ദു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജയപ്രകാശ് പാറപ്പുറത്ത്, അധ്യാപക സംഘടനാ പ്രതിനിധി സാജൻ ഇഗ്നേഷ്യസ്, C ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പെട്ടെന്ന് പുക ഉയർന്നു. പരിഭ്രാന്തരായ യാത്രക്കാരിൽ ഒരാൾ ബസിന്റെ ചില്ല് പൊളിച്ച് പുറത്തേക്ക് ചാടി. ഇയാൾക്ക് ചെറിയ പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ കുന്നംകുളം പാറയമ്പാടത്തായിരുന്നു സംഭവം. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് എന്ന സ്വകാര്യ ബസ്സിലാണ് സംഭവം. പാറയമ്പാടത്തെത്തുമ്പോൾ ബസിന്റെ അടിഭാഗത്തു നിന്നും പെട്ടെന്ന് പുക ഉയരുകയായിരുന്നു. ഇതോടെ ഡ്രൈവർ ബസ് നിർത്തുകയും പരിഭ്രാന്തരായ യാത്രക്കാർ പുറത്തേക്കിറങ്ങുകയും ചെയ്തു. ബസിന്റെ ഡീസൽ ടാങ്ക് പൈപ്പാണ് പൊട്ടിയത്. വിവരമറിഞ്ഞ ഉടൻ കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി. അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് കുറച്ചുനേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,200 രൂപ, പവന് 81,600 രൂപ.
കഥകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെല്ലും ചാരുതയാ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ റിസർവ് വനത്തിൽ നിന്നും സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി മാഫിയകൾക്ക് വിൽപ്പന നടത്തുന്ന പ്രധാന സൂത്രധാരൻ അറസ്റ്റിൽ. കൊടകരയിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. ചാലക്കുടി നഗരസഭയുടെ കുടുംബശ്രീ വാർഷികാഘോഷം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് ചിമ്മിനി ഡാമിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. റവന്യൂ ജില്ലാ അധ്യാപക ദിനാചരണം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.